എല്ലാവർക്കും സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പെറ്റിക്കോട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു പെറ്റിക്കോട്ട് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഉണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് അത് അളവെടുത്ത് അതെങ്ങനെ കട്ട് ചെയ്യും എന്നുള്ളത് കാണിച്ചു തരുന്നത്. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെയാണല്ലോ ഈ ഷോൾഡർ കട്ട് ചെയ്യാത്ത രീതിയിൽ ഇങ്ങനെ ആണല്ലോ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് അത് എളുപ്പം ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് എളുപ്പമായിട്ടുള്ളൊരു രീതി. അപ്പോൾ അത്യാവശ്യം തുടക്കക്കാർക്ക് പോലും തയ്ക്കാൻ എളുപ്പമുള്ളൊരു രീതിയാണ് ഇത്. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതിങ്ങനെ ഇടാം. ഈ കഴുത്തവശം ഇങ്ങനെ ഇട്ട് ഇടാം. അപ്പോൾ ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് പിന്നെ ഒന്നുകൂടെ നമുക്കിത് മടക്കി കൊടുക്കാം. മടക്കി കൊടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത നമുക്കിത് കൈക്കുഴിയാണ്. നമുക്കിതിങ്ങനെ ഇതുപോലെ തന്നെ ഒരു 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് രണ്ട് കൈക്കുഴിയും ഇങ്ങനെ കൈയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ കഴുത്തും ഇങ്ങനെ കൈയും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞൊറി വിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിന് ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ഈ പീസിൻ്റെ ഫ്രണ്ട് പീസ് ഒരു പീസ് എടുക്കുക. അതിൻ്റെ ഒരു സൈഡ് നല്ല വശവും. അപ്പം നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണല്ലോ ഞൊറി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇതിൻ്റെ നല്ല വശവും അതായത് ഈ താഴെ വശവും നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കുക. അതുപോലെ തന്നെ ഈ സൈഡും അടിക്കുക. കാണിച്ചു തരാമേ. അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് ഇങ്ങനെ ഞൊറി കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ കാണിച്ചു തരുന്നത്. അടിച്ചു കൊടുക്കണേ.